കൊച്ചിയിൽ നിന്ന് ഇനി ഉമേഷാണ് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ പരാതികളിൽ മേൽ കേസെടുക്കുന്ന വിഷയങ്ങൾ അതിപ്പോൾ കൊച്ചിയിലും ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരനെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് എന്നതാണ്. കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ഇപ്പോൾ അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരനെതിരെ ചുമത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉമേഷിലേക്ക്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. നേരത്തെ ഷീജയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലും ഇന്ന് വലിയ തിരക്കിട്ട ദിവസമാണ്. ഈ നടിമാരുടെ പരാതികളിൽ കൂടുതൽ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അതിൽ ഇന്നിപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് വി.എസ്. ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസ് നേതാവിനെതിരെയുള്ള കേസാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് ആദ്യം ഉമേഷ്. കാവ്യ, ഇന്നലെ രാത്രിയാണ് വളരെ സുദീർഘമായ മൊഴി ഈ നടിയുടെ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 10 മണിക്കൂറോളം സമയമെടുത്താണ് ഈ നടിയുടെ ആരോപണങ്ങൾ എല്ലാം കേട്ട് കൃത്യമായി ആ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. 7 പേർക്കെതിരെയാണ് ഈ നടിയുടെ ആരോപണം ഉണ്ടായിരുന്നത്. അതിൽ ജയസൂര്യക്കെതിരെ കേസെടുത്ത കാര്യം ഇപ്പോൾ ഷീജ പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഒരാളാണ് വി.എസ്. ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ. വി.എസ്. ചന്ദ്രശേഖരനെതിരെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു. വളരെ ഗുരുതരമായ ആരോപണമാണ് നടി ഉന്നയിച്ചിരുന്നത്. തന്നെ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാനാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആ സിനിമയുടെ തന്നെ പ്രൊഡ്യൂസർക്ക്, നിർമ്മാതാവിന് കാഴ്ചവെക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഈ നടി ഉന്നയിച്ച പരാതി. അത് 2009 ഈ സംഭവത്തിനാസ്പദമായ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ശുദ്ധരിൽ ശുദ്ധൻ എന്ന് പറയുന്ന ആ സിനിമ, ആ സിനിമയിലൊരു പ്രധാന വേഷം ചെയ്തയാളായിരുന്നു ഈ നടി. ഒപ്പം ഈ ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവാണ് ഈ വി.എസ്. ചന്ദ്രശേഖരൻ. ആ സാഹചര്യത്തിലാണ് അന്ന് ഈ നടിയെയും കൊണ്ട് സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാം എന്ന് പറഞ്ഞ് കൊച്ചിയിലെ ബോൾഗാട്ടി ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ സമ്പന്നനായ ഒരു നിർമ്മാതാവിന് തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതായിരുന്നു ഈ നടിയുടെ പരാതി. മാത്രമല്ല മറ്റൊരു വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി നടി ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിർമ്മാതാവിൻ്റെ മുറിയിലാക്കിയ ശേഷം ഈ മുറി പുറത്തു നിന്ന് പൂട്ടുകയും ചെയ്തു ചന്ദ്രശേഖരൻ എന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിശദമായ മൊഴി കേട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് വി.എസ്. ചന്ദ്രശേഖരനെതിരെ FIR ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. ഈ കേസിൽ 2ാം പ്രതിയാണ് ചന്ദ്രശേഖരൻ. 1ാം പ്രതിയെ കണ്ടാലറിയാവുന്ന ആൾ എന്നുള്ള തരത്തിലാണ് അതിൽ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2ാം പ്രതി ചന്ദ്രശേഖരനെതിരെയും ഈ ഗൂഢാലോചന കുറ്റവും ബലാത്സംഗ കുറ്റവും കൊച്ചി സെൻട്രൽ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ചന്ദ്രശേഖരൻ കോൺഗ്രസിൻ്റെ നേതാവാണ്. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. KPCC നിയമസഹായ സെല്ലിൻ്റെ ചെയർമാനാണ്. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തന്നെ ഈ ചന്ദ്രശേഖരൻ ഈ സ്ഥാനങ്ങൾ മാറി നിൽക്കണം എന്നൊരു ആവശ്യം ഈ അകത്തുനിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചു. അതിലുപരി KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളുകൂടിയാണ് ഈ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ. K. സുധാകരൻ്റെ അഭിഭാഷകൻ, പ്രധാനപ്പെട്ട പല കേസുകളിലും K. സുധാകരൻ്റെ അഭിഭാഷകനായി പ്രവർത്തിച്ചതൊക്കെ ഈ വി.എസ്. ചന്ദ്രശേഖരനായിരുന്നു. ആ ചന്ദ്രശേഖരനെതിരെയാണ് ഈ കൊച്ചിയിലെ ആലുവയിൽ താമസിക്കുന്ന നടി വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണം വിശദമായി ഇന്നലെ ആ പരാതി കേട്ട് മൊഴിയായി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ചന്ദ്രശേഖരനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കാവ്യ. ശരി ഉമേഷ്.